ഫങ്ഷൻസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് തരത്തിലാണുള്ളത്: റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോമിനോട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നവയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോമിൻ്റെ പ്രസൻസ് ഇല്ലാതെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നവയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഇവ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് നോക്കാം. ഫങ്ഷൻസ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഒരു സെല്ലിൻ്റെ ഫങ്ഷൻസിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മേജർ ഫങ്ഷൻസ് ആണ് പ്രോട്ടീൻ സിന്തസിസ്, പ്രോസസ്സിംഗ് ഓഫ് നെയ്സൻ പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ. ഫസ്റ്റ് പ്രോട്ടീൻ സിന്തസിസ് എന്താണെന്ന് നോക്കാം. സെല്ലിലെ സൈറ്റോസോളിൽ രണ്ട് തരത്തിലുള്ള റൈബോസോംസ് കാണപ്പെടുന്നുണ്ട്: മെംബ്രെയിൻ ബൗണ്ട് റൈബോസോംസ് ആൻഡ് ഫ്രീ റൈബോസോംസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സൈറ്റോസോളിക് സൈഡിനോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നവയാണ് മെംബ്രെയിൻ ബൗണ്ട് റൈബോസോംസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്യാതെ സൈറ്റോസോളിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നവയാണ് ഫ്രീ റൈബോസോംസ്. ഇവ രണ്ടിൻ്റെയും സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും ഒരേപോലെയാണെങ്കിലും രണ്ടും നിർമ്മിക്കുന്ന പ്രോട്ടീൻസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഫ്രീ റൈബോസോംസ് mRNA ആയിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം സൈറ്റോസോളിന് ആവശ്യമായ പ്രോട്ടീൻസ് നിർമ്മിക്കുന്നു. മെംബ്രെയിൻ ബൗണ്ട് റൈബോസോംസ് നിർമ്മിക്കുന്ന പ്രോട്ടീൻസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ല്യൂമനോട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രോട്ടീൻസ് ആണ് ഗോൾജി കോംപ്ലക്സ് അഥവാ ലൈസോസോംസ് എന്നിവയിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സിംഗ് ഓഫ് നെയ്സൻ പോളിപെപ്റ്റൈഡ്. മെംബ്രെയിൻ ബൗണ്ട് റൈബോസോംസ് നിർമ്മിച്ച പോളിപെപ്റ്റൈഡ് ചെയിനിലുള്ള അമിനോ ആസിഡ്സിൻ്റെ നിരയെ സിഗ്നൽ സീക്വൻസ് ഓർ സിഗ്നൽ പെപ്റ്റൈഡ് എന്ന് പറയുന്നു. ഈ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സാണ് ഇവിടെ പറയുന്നത്. സിഗ്നൽ സീക്വൻസ് mRNA റൈബോസോം കോംപ്ലക്സിനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് എത്തിക്കുകയും സിഗ്നൽ റെക്കഗ്നിഷൻ പ്രോട്ടീൻ ഓർ SRPയിലൂടെ മെംബ്രെയിനുമായി ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നു. SRP റൈബോസോമിലും സിഗ്നൽ സീക്വൻസിലും ബൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബൈൻഡ് ചെയ്ത SRP റൈബോസോം നെയ്സൻ പോളിപെപ്റ്റൈഡ് കോംപ്ലക്സ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മെംബ്രെയിനിലുള്ള SRP റിസപ്റ്ററുമായി ബൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം SRP ആ കോംപ്ലക്സിൽ നിന്ന് ഡിസസോസിയേറ്റ് ചെയ്ത് പോവുകയും സിഗ്നൽ സീക്വൻസ് മെംബ്രെയിനിലൂടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ല്യൂമനിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ മുഴുവൻ പോളിപെപ്റ്റൈഡ് ചെയിനും സിസ്റ്റേണൽ സ്പേസിലേക്ക് എത്തുന്നു. അവിടെയുള്ള സിഗ്നൽ പെപ്റ്റിഡൈസ് എന്ന എൻസൈം സിഗ്നൽ പെപ്റ്റൈഡ് റിമൂവ് ചെയ്യുകയും കംപ്ലീറ്റായ പോളിപെപ്റ്റൈഡ് മറ്റു സെല്ലുലാർ ഓർഗൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് mRNA റൈബോസോം കോംപ്ലക്സ്. ഈ ട്രയാങ്കുലർ ഷേപ്പിൽ കാണുന്നതാണ് സിഗ്നൽ റിസപ്റ്റർ പ്രോട്ടീൻ ഓർ SRP. ഈ SRP mRNA റൈബോസോം കോംപ്ലക്സിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അവ ഒരേ സമയം mRNA റൈബോസോം കോംപ്ലക്സിനെയും അതിനോടൊപ്പം തന്നെ കാണപ്പെടുന്ന സിഗ്നൽ പെപ്റ്റൈഡിലും ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ mRNA റൈബോസോം കോംപ്ലക്സ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് എത്തുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണപ്പെടുന്ന SRP റിസപ്റ്റർ ഈ കോംപ്ലക്സിൽ ബൈൻഡ് ചെയ്യുന്നു. അവ mRNA റൈബോസോം കോംപ്ലക്സിലും സിഗ്നൽ പെപ്റ്റൈഡിലും SRPയിലും ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് mRNA റൈബോസോം കോംപ്ലക്സിലുള്ള സിഗ്നൽ പെപ്റ്റൈഡിൻ്റെ പെപ്റ്റൈഡ് ചെയിൻ മുഴുവനായി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ലൂമനിൽ കാണപ്പെടുന്ന സിഗ്നൽ പെപ്റ്റിഡൈസ് എന്ന എൻസൈമിൻ്റെ ഫലമായി പോളിപെപ്റ്റൈഡ് ചെയിനും സിഗ്നൽ സീക്വൻസും വേർപിരിയുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയ പോളിപെപ്റ്റൈഡ് ചെയിൻ കിട്ടുന്നു. ഇതിനുശേഷം റൈബോസോം കോംപ്ലക്സ് ഡിസസോസിയേറ്റ് ചെയ്ത് പോകുന്നു. നെക്സ്റ്റ്, പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഒരു മേജർ ബയോസിന്തറ്റിക് ഫംഗ്ഷനാണ് പ്രോട്ടീനിലേക്ക് ഷുഗേഴ്സിനെ ആഡ് ചെയ്യുക എന്നത്. ഇതിനെ പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീൻസ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. പോളിപെപ്റ്റൈഡ് ചെയിൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ല്യൂമനിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നു. പോളിപെപ്റ്റൈഡ് ചെയിനിലേക്ക് ഒളിഗോസാക്കറൈഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും ലിങ്ക് ചെയ്യുന്നതിനും ഒളിഗോസാക്കറൈൽ ട്രാൻസ്ഫറൈസ് എൻസൈം സഹായിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫങ്ഷൻസ് ആണ് ലിപ്പിഡ് സിന്തസിസ്,
സിന്തസിസ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഡീടോക്സിഫിക്കേഷൻ ഓഫ് പോയിസണസ് മെറ്റീരിയൽസ്, ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്, പ്രോട്ടീൻ ഗ്ലൈക്കോസിലേഷൻ, സ്റ്റോറേജ് ഓഫ് കാൽസ്യം അയോൺസ്. ലിപ്പിഡ് സിന്തസിസ്. യൂക്കാരിയോട്ടിക് സെൽസിൽ ലിപ്പിഡ് സിന്തസിസ് നടക്കുന്ന മേജർ സൈറ്റാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ബിക്കോസ് ദ ലിപ്പിഡ്സ് ആർ എക്സ്ട്രീംലി ഹൈഡ്രോഫോബിക്. അതുകൊണ്ട് സൈറ്റോസോളിലെ അക്വസ് എൻവയോൺമെൻറ്റിൽ ലിപ്പിഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിർമ്മിച്ച ലിപ്പിഡ്സ് വെസിക്കിൾസ് വഴിയോ കാരിയർ പ്രോട്ടീൻസ് വഴിയോ ട്രാൻസ്പോർട്ട് ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. സിന്തസിസ് ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. സ്റ്റിറോയിഡ് ഹോർമോൺസ് നിർമ്മിക്കപ്പെടുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിസ്, ഓവറി തുടങ്ങിയ സ്റ്റിറോയിഡ് പ്രൊഡ്യൂസിംഗ് സെൽസിൽ ധാരാളം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നു. ഗൊണാഡിൻ്റെയും അഡ്രീനൽ കോർട്ടെക്സിൻ്റെയും എൻഡോക്രൈൻ സെൽസിലും ധാരാളം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഡീടോക്സിഫിക്കേഷൻ. മെറ്റബോളിസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഹാംഫുൾ കോമ്പൗണ്ട്സിനെയും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നുണ്ടാകുന്ന ലിപ്പിഡ് സോലിബിളായ ഓർഗാനിക് കെമിക്കൽസിനെയും ഡ്രഗ്സിനെയും കാറ്റലൈസ് ചെയ്ത് ഡീടോക്സിഫൈ ചെയ്യാനുള്ള എൻസൈംസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇവയെ സേഫ് ആയിട്ടുള്ള വാട്ടർ സോലിബിൾ പ്രോഡക്ട്സ് ആക്കി ഈ എൻസൈംസ് മാറ്റുന്നു. ലിവറിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വലിയ തോതിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. നെക്സ്റ്റ്, ഇൻട്രാസെല്ലുലാർ ട്രാൻസ്പോർട്ട്. ന്യൂക്ലിയർ എൻവലപ്പുമായിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ കണ്ടിന്യൂറ്റി സൂചിപ്പിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഫംഗ്ഷനായ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ്. മോളിക്യൂൾസ്, മെറ്റബോളൈറ്റ്സ്, അയോൺസ് തുടങ്ങിയവ ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. സൈറ്റോസോളിനും ന്യൂക്ലിയസിനും ഇടയിലുള്ള മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കുന്നു. സ്റ്റോറേജ് ഓഫ് കാൽസ്യം അയോൺ. സെല്ലുലാർ ഫങ്ഷൻസിൽ കാൽസ്യം അയോൺസിന് ഒരു സിഗ്നിഫിക്കൻ്റ് റോൾ ഉണ്ട്. കാൽസ്യം 2+ അയോൺസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്വീകരിച്ച് ആവശ്യമായ സെൽസിലേക്ക് റിലീസ് ചെയ്യുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ലൂമനിലുള്ള കാൽസ്യം ബൈൻഡിംഗ് പ്രോട്ടീൻസാണ് കാൽസ്യം 2+ അയോൺസ് സ്റ്റോർ ചെയ്യുന്നത്. സെൽസിലെ സൈറ്റോസോളിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിന് സഹായിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും പ്ലാസ്മ മെംബ്രെയിനിലുമുള്ള കാൽസ്യം പമ്പ്സ് ആണ്. സൈറ്റോസോളിലെ കാൽസ്യത്തെ കാൽസ്യം പമ്പ്സ് വഴി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം കാൽസ്യം പമ്പ്സ് വഴി സൈറ്റോസോളിലെ കാൽസ്യം പ്ലാസ്മ മെംബ്രെയിനിന് പുറത്തേക്കും പോകുന്നു. എന്നാൽ ഓൾട്ടർനേറ്റീവായിട്ട് സൈറ്റോസോളിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കാരണം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും പ്ലാസ്മ മെംബ്രെയിനിലുമുള്ള കാൽസ്യം ചാനൽസ് ആണ്. ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു സെൽ. ഈ സെല്ലിലുള്ള പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു കാൽസ്യം പമ്പും കാൽസ്യം ചാനലും ഉണ്ട്. സെല്ലിനുള്ളിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും ഒരു കാൽസ്യം പമ്പും കാൽസ്യം ചാനലും കാണാൻ സാധിക്കും. സൈറ്റോസോളിലുള്ള കാൽസ്യത്തെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള കാൽസ്യം പമ്പ്സ് അകത്തേക്ക് സ്വീകരിക്കുന്നു. പ്ലാസ്മ മെംബ്രെയിനിലുള്ള കാൽസ്യം പമ്പ്സ് സൈറ്റോസോളിലുള്ള കാൽസ്യത്തെ പുറത്തേക്കും വിടുന്നു. അങ്ങനെ സൈറ്റോസോളിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു. എന്നാൽ ഓൾട്ടർനേറ്റീവായിട്ട് തന്നെ കാൽസ്യം ചാനൽസ് പുറത്തുള്ള കാൽസ്യത്തെ ഈ ചാനൽ വഴി സൈറ്റോസോളിൽ എത്തിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള കാൽസ്യം ചാനൽസും അതിനുള്ളിലുള്ള കാൽസ്യത്തെ പുറത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ സൈറ്റോസോളിൽ കാൽസ്യത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. മസിൽ സെൽസിൻ്റെ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതിനുദാഹരണമാണ്. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് വലിയ തോതിൽ കാൽസ്യം 2+ അയോൺസ് സ്വീകരിക്കുവാനും റിലീസ് ചെയ്യാനുമുള്ള കഴിവുണ്ട്. ഇത് മസിൽ ഫൈബേഴ്സിൻ്റെ കോൺട്രാക്ഷന് അത്യാവശ്യമാണ്. ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ വെച്ച് മസിൽ സെല്ലിൻ്റെ പുറമേയുള്ള റിസപ്റ്റേഴ്സിനെ ന്യൂറോൺസിൽ നിന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസ് ബൈൻഡ് ചെയ്യുകയും സിഗ്നൽ കാസ്കേഡിനെ ക്യാപ്ചർ ചെയ്ത് കാൽസ്യം റിലീസ് ചെയ്യാൻ കാരണമാവുകയും അതുമൂലം മസിൽ ഫൈബേഴ്സിൻ്റെ കോൺട്രാക്ഷൻ നടക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് പ്രൊവൈഡിംഗ് ഇൻക്രീസ്ഡ് സർഫസ് ഏരിയ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ ട്യൂബ്യൂൾസും വെസിക്കിൾസും ചേർന്ന് നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈ നെറ്റ്വർക്കിന് വേണ്ട സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. എൻസൈം പ്രോഡക്ട്സിൻ്റെ ആക്ഷനും അവ സ്റ്റോർ ചെയ്യാനും ഈ സർഫസ് ഏരിയ ഉപയോഗിക്കുന്നു. മെംബ്രെയിൻ സോഴ്സ്.
മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചേഴ്സായ ന്യൂക്ലിയസ്, ഗോൾജി കോംപ്ലക്സ് തുടങ്ങിയവയുടെ മെംബ്രെയിൻ അസംബ്ലിയിൽ ആവശ്യമായ മോളിക്യൂൾസിൻ്റെ സോഴ്സായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രവർത്തിക്കുന്നു. ഈ മെംബ്രെയിൻ അസംബ്ലിയിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെംബ്രെയിൻ ലിപ്പിഡ്സിൻ്റെ, അതായത് ഫോസ്ഫോലിപ്പിഡ്സിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും പ്രൈമറി സോഴ്സായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ആൻഡ് മെംബ്രെയിൻ കമ്പോണൻസ് മൂവ് ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ടു വിർച്വലി എവരി അതർ കമ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദ സെൽസ്. റോൾ ഇൻ ഗ്ലൂക്കോനിയോജെനസിസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലൂക്കോനിയോജെനസിസ് ആണ്, അതായത് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗണിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ റോൾ. മാമൽസിൻ്റെ ലിവറിലും കിഡ്നിയിലും ഗ്ലൈക്കോജൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സർഫസിലാണ്. ഹോർമോണൽ സ്റ്റിമുലേഷൻസിൻ്റെ ഫലമായി ഹൈഡ്രോളിസിസ് നടന്ന് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റായി മാറുന്നു. അതിനുശേഷം സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഇത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റായി മാറുന്നു. ഈ കോമ്പൗണ്ടിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ് എന്ന എൻസൈം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. അതിനുശേഷം ഗ്ലൂക്കോസായി മാറുകയും ചെയ്യുന്നു. ഇത് ഗ്ലൂക്കോനിയോജെനസിസിലെ ഒരു സ്റ്റെപ്പാണ്. അങ്ങനെ ഫ്രീ ആയ ഗ്ലൂക്കോസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ല്യൂമനിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലാസ്മ മെംബ്രെയിനിലും പിന്നീട് ബ്ലഡിലേക്കും പോകുന്നു. ബയോജെനസിസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മൾട്ടി സ്റ്റെപ്സ് ഉള്ള മെക്കാനിസത്തിലൂടെയാണ് മെംബ്രെയിൻ ബയോജെനസിസ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയറിൻ്റെ ഓർഗനൈസേഷനാണ്. അതിനുശേഷം മെംബ്രെയിൻ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നു. സബ്സീക്വൻറ്റ് സ്റ്റേജസിൽ വെച്ച് എൻസൈംസ്, ലിപ്പിഡ്സ്, ഷുഗേഴ്സ് എന്നിവ ആഡ് ചെയ്യുന്നു. ഇങ്ങനെ മെംബ്രെയിൻ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ മെംബ്രെയിൻ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നു.